ഒരു നാട്ടുമ്പുറത്തെ കച്ചവടക്കാരനായ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണേ. ഓഫർ നോക്കി ആളുകൾക്ക് പോകണമെന്നൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തൊട്ടടുത്ത കടയിൽ നിങ്ങൾ കടം വാങ്ങിയ പൈസ കൊടുത്തിട്ട് അത് പോവുക. കാരണം ആ കടക്കാരന് അവന് വലിയ ഓഫറും വില കുറച്ചൊന്നും വിൽക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ? നിങ്ങൾ 5000 കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ആ നാട്ടിലെ ഓരോരുത്തരും 5000, 6000 അല്ലെങ്കിൽ 1000 വെച്ചിട്ട് ഓരോരുത്തർ കൊടുക്കാനുണ്ടാവും. ഇവനക്ക് ഈ കച്ചവടക്കാരന് വണ്ടിക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ഓഫറും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓഫറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല. ഈ നിങ്ങൾക്കൊക്കെ കടം തന്നുകൊണ്ട് അവൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൊള്ളക്കാരനും വില കൂട്ടി വെക്കുന്നവനും കള്ളക്കടത്തുകാരനും ഒക്കെ ആയി മാറുകയാണ്. നിങ്ങൾ അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച് അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിച്ചിട്ടാണ് നമ്മളൊക്കെ ഓഫർ വാങ്ങാൻ പല സൂപ്പർ മാർക്കറ്റുകളിലും പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിലയിലെ ലാഭമല്ല ലാഭം. യഥാർത്ഥ സർവീസും ഗുണമേന്മയും ലഭിക്കുന്നിടത്തു നിന്ന് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കടം കിട്ടുന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പൈസ അല്ലെങ്കിലും കടകളിൽ നിന്നൊക്കെ സാധനം മേടിക്കാൻ ശ്രമിക്കുക. നാട്ടിലെ കടകളെ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. നാട്ടുപുറത്തെ കച്ചവടക്കാർ മാറാണ്ട് കടം കൊടുക്കാനായിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് കടം കൊടുക്കുക. അതുപോലെ മികച്ച നല്ല വില കുറവ് ലാഭം നോക്കിയിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊടുന്ന് കയറിക്കുക, നല്ല സാധനങ്ങൾ കൊടുന്ന് വെക്കുക, മികച്ച സർവീസ് കൊടുക്കുക. നിങ്ങൾക്കും കച്ചവടം കൂട്ടാൻ പറ്റും.